Hi friends, നമ്മുടെ ലാസ്റ്റ് ടെൻസാണ് പാസ്റ്റ് ടെൻസിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് രണ്ടായാലും ഒന്ന് തന്നെ. അതിൽ ആദ്യം നമ്മൾ പഠിച്ചു വരുന്ന രീതി അനുസരിച്ച് ആദ്യം ഫോം എന്ന് പറയുമ്പം ഹാഡ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഓർത്തോണേ, ഹാഡ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതാണ് ഹാഡ് ബീൻ. നമ്മൾ അതായത് എഴുതിയിരിക്കുന്നത് ഹാഡ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ വർക്കിംഗ്, ഹാഡ് ബീൻ ഡ്രൈവിങ്, ഹാഡ് ബീൻ റീഡിങ്, ഹാഡ് ബീൻ കുക്കിംഗ്. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഹാഡ് ബീൻ സ്ലീപ്പിംഗ്, ഹാഡ് ബീൻ പ്ലേയിങ്, had been repairing, had been drinking, had been saving, had been serving. ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും എക്സാമ്പിൾസ് എഴുതാം. പക്ഷെ തൽക്കാലത്തേന് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് എഴുതി പഠിക്കാം. ഓൾറൈറ്റ്. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ നെഗറ്റീവ്. സാധാരണ നമ്മൾ പഠിച്ചു വരുന്ന രീതി അനുസരിച്ച് നെഗറ്റീവാണ്. ഇപ്പം had not been, had been not അല്ല, had not been working, had not been reading, had not been living, had not been singing. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് hadn't. had not അതിൻ്റെ ഷോർട്ട് ഫോം hadn't. So hadn't been living, hadn't been singing, hadn't been telling, hadn't been reading, hadn't been working, hadn't been playing, like that. മനസ്സിലായി? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നാന്ന് ചോദിച്ചാൽ WH ക്വസ്റ്റ്യൻ ആണ്. സോറി, എസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ പറയുകയാണ് he had been living in Canada. He had been or they had been living in Canada. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വെർബിന് ഇവിടെ 3 ഭാഗങ്ങളുണ്ട്. ഹാഡ് ബീൻ ലിവിങ്, ഹാഡ് ഉണ്ട്, ബീൻ ഉണ്ട്. ബീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി ആണ്, ടു ബി. അപ്പം ഹാഡ് ബീൻ ലിവിങ്. അപ്പം ഒന്നിലധികം ഭാഗങ്ങൾ വെർബിലുണ്ടെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഫോം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ വെർബിൻ്റെ ആദ്യത്തെ ഭാഗത്തിനെടുത്ത് സെൻറ്റൻസിൻ്റെ ആദ്യം എഴുതുക. അപ്പം ദേ ഹാഡ് ബീൻ ലിവിങ് ഇൻ കാനഡ. അപ്പോൾ വെർബിൻ്റെ ആദ്യത്തെ ഭാഗം ഏതാണ്? ഹാഡ്. അപ്പോൾ ഹാഡ് ദേ ബീൻ ലിവിങ് ഇൻ കാനഡ, ദാറ്റ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ. എന്ത് ക്വസ്റ്റ്യനാണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇനി ദേ ഹാഡ് ബീൻ റീഡിങ്, ഹാഡ് ദേ ബീൻ റീഡിങ്, ദേ ഹാഡ് ബീൻ റീഡിങ് ഇൻ ദ ലൈബ്രറി. ഹാഡ് ദേ ബീൻ റീഡിങ് ഇൻ ദ ലൈബ്രറി, അത് ക്വസ്റ്റ്യനായി. ഇനി ലാസ്റ്റ് നമ്മൾ സാധാരണ നമ്മുടെ ലാസ്റ്റ് പാസീവാണ്. ഇതിന് പാസീവ് ഇല്ല, കാരണം ഇത് പാസീവ് ആക്കി കഴിയുമ്പോൾ വലിയൊരു ട്രെയിൻ പോലെ ആയിപ്പോകും. പോസിബിളാണ്, തിയറട്ടിക്കലി പോസിബിൾ. നമുക്ക് വേണമെങ്കിൽ ഒരു പാസീവ് എഴുതാം, പക്ഷേ പാസീവ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒത്തിരി അങ്ങോട്ട് കമ്പാർട്ട്മെൻറ്റ് കൂടും. ഓൾറെഡി 3 കമ്പാർട്ട്മെൻറ്റായി, അതായിരിക്കണം. അപ്പം നമ്മൾ പിന്നെ നാലാമത്തെ WH ക്വസ്റ്റ്യനാണ് ദേ ഹാഡ് ബീൻ ലിവിങ് ഇൻ കാനഡ. അപ്പം നമുക്ക് ആൻസർ കിട്ടേണ്ടത് കാനഡ ആണ്, സ്ഥലമാണ്. അപ്പം സ്ഥലമാകുമ്പോൾ ഏതാണ്? WH വേർഡ് വേർ. അപ്പം വേർ ഹാഡ് ദേ ബീൻ ലിവിങ്? ക്വസ്റ്റ്യൻ മാർക്ക് ത്രൂ. വേർ ഹാഡ് ദേ ബീൻ ലിവിങ് എന്ന് എഴുതി കഴിയുമ്പം അത് ക്വസ്റ്റ്യനായി. മനസ്സിലായി? ദേ ഹാഡ് ബീൻ ഈറ്റിംഗ് ലഞ്ച്. വാട്ട് ഹാഡ് ദേ ബീൻ ഈറ്റിംഗ്? He had been playing football. What had he been playing? What had he been playing? The baby had been crying. Why had the baby been crying? Question mark. Why had the baby been crying? Why had the baby been crying? Understand? Then അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വേണ്ട ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക, പിന്നെ വെർബിൻ്റെ ഒരു ഭാഗം ആദ്യത്തെ ഭാഗം എടുത്ത് തൊട്ടടുത്ത് എഴുതുക. അങ്ങനെ
അങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പാസീവ് നമുക്കില്ല. അത്രയേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയത് ഫോർമേലാണ്. 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹാഡാണ്, പാസ്റ്റ് ടെൻസ് ഓഫ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിൻ്റെ പാസ്റ്റ് ഫോമാണ്. രണ്ടാമത്തെ മെമ്പറാണ് ബീൻ. ബീൻ എന്നുള്ളത് ടു ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതുപോലെ തന്നെ ING ഫോം ഓഫ് ദി ഗിവൺ വെർബ്. ഇപ്പം ഗോ ആണെങ്കിൽ ഹാഡ് ബീൻ ഗോയിങ്. അപ്പം ഇതിന് 3 മെമ്പേഴ്സാണ് ഈ വെർബിലുള്ളത്. ഈ വെർബ് ഫ്രേസ് നമ്മൾ ആദ്യം പഠിച്ചു നോക്കണ്ട വി പി. ഇപ്പം VP എന്ന് പറഞ്ഞാൽ വെർബ് ഫ്രേസ്. ഇപ്പം ഈ വെർബ് ഫ്രേസിനകത്ത് 3 വാക്കുകളുണ്ട്. ഒന്ന് ഹാവ് അല്ല ഹാസിൻ്റെ പാസ്റ്റ് ടെൻസ്. 2 ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ടു ബി. പിന്നെ തന്നിരിക്കുന്ന വെർബിൻ്റെ ING ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ക്ലാസ് 1, 2, 3, 4, 5 ക്ലാസ്സുകൾ, ഇതിപ്പോൾ 80ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ആദ്യത്തെ ക്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം പാർട്ടിസിപ്പിൾ എന്താണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെൻസ്. ഇതോടുകൂടി നമ്മുടെ പാസ്റ്റ് ടെൻസിൻ്റെ ഡിസ്കഷൻ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ക്ലാസ്സും കൂടി എടുക്കാനുണ്ട്. അതായത് ഇതിൻ്റെ യൂസസ് ഓഫ് ദി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ യൂസ് കഴിഞ്ഞ ക്ലാസ് കണ്ടില്ല. അതുപോലെ തന്നെ ഇത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇത് പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരു ഭാഗം കൂടി അല്ലെങ്കിൽ ഒരു രീതിയും കൂടെ കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് നാളെ കാണാം.